ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ദേവമംഗലത്ത് ആർക്കും ഉറക്കമില്ലാത്ത ദിവസമാണ്. ഓരോരുത്തരായിട്ട് ഓരോ മൂലയിലിരുന്ന് ദേവിയുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളുടെ ഓർമ്മയിലാണ്. നമ്മുടെ ആനന്ദാണെങ്കിൽ ബെഡിൽ കിടന്നുകൊണ്ട് കരയാണ് കേട്ടോ. ദേവി വീട്ടിലേക്ക് വലതുകാല് വെച്ച് തൻ്റെ കൈ പിടിച്ച് കയറി വന്നതും തന്നോടൊപ്പം സന്തോഷത്തോടു കൂടിയുള്ള ഓരോ നിമിഷങ്ങളും ഒക്കെ ആനന്ദിന്റെ മനസ്സിലേക്ക് കടന്നു വരിക. ബാലനാണെങ്കിലോ ഹാളിലിരുന്ന് ദേവിയുമൊത്തുള്ള നിമിഷങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ്. കടയിൽ തനിക്കൊരു താങ്ങായി നിന്നതും തന്നോടൊപ്പം രാത്രി വരെ ജോലി ചെയ്യുന്നതും തിരിച്ച് ദേവമംഗലത്തേക്ക് വരുന്നതും അങ്ങനെ ഓരോരോ ഓർമ്മകളാണ് ബാലന്റെ മനസ്സിലും ദേവിയെ കുറിച്ചുള്ളത്. ഇതേ സമയം നമ്മുടെ ആകാശും ആര്യനും ഒക്കെ പുറത്തിരുന്ന അവരും ഏടത്തെ പറ്റിയുള്ള ഓർമ്മകളാണ്. ആനന്ദും ദേവിയുടെയും കല്യാണം ഒരു ആർഭാടമായി നാടറിഞ്ഞ് എല്ലാവരും ഒരു ആഘോഷമാക്കി മാറ്റിയതും എല്ലാവരും കൂടി സന്തോഷത്തിൽ അതിൽ പങ്കെടുത്തതും അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷവും ആനന്ദേട്ടനെ കളിയാക്കിയതും ഇതൊക്കെയാണ് കേട്ടോ അവരുടെ മനസ്സിലേക്കും കടന്നു വരുന്നത്. അതുപോലെ നമ്മുടെ മിത്രയും അനുമോളും ഒക്കെ ദേവിയുടെ ഓരോരോ ഓർമ്മകളിലാണ്. അങ്ങനെ ആരും ഉറങ്ങാതെ ആ രാത്രി നേരം വെളുപ്പിക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പുറത്തൊന്നും ദേവമംഗലത്തിൽ ആരെയും കാണുന്നില്ലാത്തപ്പം നമ്മുടെ ധർമ്മന് സംശയം തോന്നുക. ഇതെന്താ ദേവമംഗലത്ത് ആരും എഴുന്നേറ്റില്ലേ, ചേച്ചി എന്താ ഇന്ന് കോലം വരയ്ക്കാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവമംഗലത്തേക്ക് നോക്കി ധർമ്മൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും കോലം വരയ്ക്കുന്നത് ചേച്ചി ഒരിക്കലും മുടക്കുന്നതല്ല, എന്തോ പറ്റിയിട്ടുണ്ട്, എന്തേലും സംഭവിച്ചിട്ടുണ്ടാവോ, ഈ ചേച്ചി എന്താ എഴുന്നേറ്റില്ലേ, ഇങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ ധർമ്മൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. അപ്പം പെട്ടെന്ന് ധർമ്മൻ ദേവമംഗലത്തേക്ക് നോക്കി നിൽക്കുന്ന കാണുന്ന ഇന്ദ്രാമയും അതുപോലെ രാജശ്രീയും നന്ദിതയും ഒക്കെ പുറത്തേക്ക് വരിക. നീ എന്താണ് ധർമ്മ ദേവമംഗലത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് ഇന്ദ്രാമ ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മേ, ചേച്ചി ഇതുവരെ എഴുന്നേറ്റില്ലെന്നാ തോന്നുന്നേ, ദേ കോലം ഒന്നും വരച്ചിട്ടില്ല, എന്തൊക്കെ സംഭവിച്ചാലും കോലം വരയ്ക്കുന്നത് ചേച്ചി മുടക്കുന്നതല്ല എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇന്ദ്രമ പറയും, അത് നേരാണല്ലോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഗോമതി എന്താ എഴുന്നേക്കാത്തത് എന്ന് ഇന്ദ്രാമയും പറയാം. അത് കേൾക്കുമ്പോഴത്തേക്ക് രാജശ്രീക്ക് ദേഷ്യം വരും. അവിടെയുള്ള ഒരു കോലം വരയ്ക്കോ നൃത്തം ചെയ്യോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അതൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാ നിങ്ങൾ എന്നും പറഞ്ഞ് ഒരു പുച്ഛത്തോടു കൂടി അകത്തോട്ട് കയറി പോവാ. പെട്ടെന്ന് നന്ദിത പറയും, ഇനി ഗോമതിക്ക് എന്തെങ്കിലും വയ്യായിക വല്ലം അയ്യോ എന്നും പറഞ്ഞ് ഇന്ദ്രമ്മ നെഞ്ചത്ത് കൈ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടി ദേവമംഗലത്തേക്ക് വന്നിറങ്ങാണ്. എന്നിട്ട് ഓട്ടോക്കാരന് എത്ര രൂപയാണെന്ന് ചോദിക്കുക. അയാൾ 450 രൂപ എന്ന് പറയുമ്പം ഒരു 500ൻ്റെ നോട്ട് എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുക. ബാക്കി 50 രൂപ ടിപ്പായിട്ട് താൻ വെച്ചോടോ എന്ന് പറയാം. ദേ ഉദയേട്ടാ, കുറച്ച് കാശ് കയ്യിൽ കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് അതിട്ട് ഇങ്ങനെ കളിക്കാൻ പാടില്ല കേട്ടോ എന്ന് ശ്രീകല പറയാ. എടേ ശ്രീകലെ, ഇനി നമ്മുടെ നല്ല കാലമാണെന്നാ എനിക്ക് തോന്നുന്നത്. ദേ എൻ്റെ ഉള്ളംകൈ, വലത് കൈയുടെ ഉള്ളംകൈയാ ചൊറിയുന്നത്, എന്താണെന്നറിയുമോ അതിൻ്റെ അർത്ഥം എന്താ എന്നപ്പോൾ ശ്രീകല ചോദിക്കുക. കാശ് കയ്യിൽ കിട്ടുമെന്നാടി അതിൻ്റെ അർത്ഥം എന്ന് പറയാം. കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ നല്ലതാ, ബാലൻ എന്നെ വിളിച്ചതേ വെറുതെ അല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നേ, എന്തോ ദൗത്യം എന്നെ ഏൽപ്പിക്കാനായിട്ടാ, മിക്കവാറും ഗോപതി സ്റ്റോർ നോക്കി നടത്താൻ എന്നെ ഏൽപ്പിക്കാനാണോ എന്ന് എൻ്റെ സംശയം എന്ന് പറയാം. അത് കേൾക്കുന്ന ശ്രീകലയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഉദയഭാനുവിനെ നോക്കുക. ഉദയേട്ടൻ പറയുന്നത് സത്യമായിരിക്കോ, ഇനി എന്തോ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാ ബാലൻ വിളിച്ചതെന്നാ എൻ്റെ മനസ്സും പറയുന്നത്. എന്താണെന്ന് എനിക്കിട്ട് അറിയില്ല, എങ്കിലും നല്ല കാര്യം വല്ലതും ആയിരിക്കും എന്ന് പറയാൻ കേട്ടോ. നമ്മുടെ നല്ല കാലം തെളിഞ്ഞടി, ഇനി നമുക്കങ്ങോട്ട് ശുക്രദശയ എന്ന് ഉദയഭാനു പറയാൻ കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ ധർമ്മൻ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് കൃഷ്ണമംഗലത്ത് നിൽക്കുന്നത് ഉദയഭാനു കാണുന്നത്. അയ്യോ, അത് ധർമ്മനല്ലേ നിൽക്കുന്നേ, എങ്ങനെ ജീവിച്ച ചെറുപ്പക്കാരനാ, ഇവിടുത്തെ ബാലന്റെ വലങ്കൈ അല്ലായിരുന്നോ, ഇപ്പൊ കണ്ടില്ലേ അവസ്ഥ എന്നൊക്കെ പുച്ഛത്തോടു കൂടി പറയാ. എടാ മോനെ ധർമ്മ, അവിടെ നിന്നേടാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ഉദയഭാനു വിളിക്കുന്ന കേൾക്കുന്ന ധർമ്മൻ അടുത്തേക്ക് ചെല്ല. ഓ, എന്തിനാ മോനെ നീ ദേവമംഗലത്ത് നിന്നും പൈസ അടിച്ചു മാറ്റിയത്, ആ ഗോമതി സ്റ്റോറിലെ കാശ് അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ, നിനക്ക് അന്നം തന്ന കടയല്ലേ, അവരെ തന്നെ തിരിച്ചു കൊത്തുന്ന ഒരു പാമ്പായി മാറിയില്ലോടെ മോനെ നീ, നിനക്ക് പണത്തിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ, എത്ര രൂപ വേണമെങ്കിലും അങ്കിള് തരില്ലായിരുന്നോ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ധർമ്മന് നല്ല ദേഷ്യം വരിക. ഇയാളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോടു കൂടി പോകാനായിട്ട് തുടങ്ങുമ്പം ഇന്ദ്രാമ തടയും. ധർമ്മ വേണ്ട എന്ന് പറയാൻ കേട്ടോ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ധർമ്മം കൂടുതൽ അങ്ങോട്ട് പോകാതെ മാറി നിൽക്കുക. ഓരോരുത്തന്മാരുടെ ഓരോ സ്വഭാവമേ, പണം അടിച്ചു മാറ്റിയിരിക്കുന്നു. എന്നിട്ട് ബാലനത് ചോദിച്ചപ്പം
ദൈവമംഗലത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കൊടുത്തേക്കുന്നു. എന്നാൽ പിന്നെ തെറ്റുകൾ ആ കാരനല്ലെന്നങ്ങ് കരുതൂലോ എല്ലാവരും. അങ്ങനെയൊക്കെ ധർമ്മനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അകത്തോട്ട് പോകുന്നത്. ഇതേ സമയം ഉദയഭാനു ശ്രീകലയും വരുന്നതും കാത്താണ് ദൈവമംഗലത്ത് എല്ലാവരും ഇരിക്കുന്നത്. പെട്ടെന്ന് ബാല, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതെന്താ രാവിലെ ആർക്കും ഒരിടത്തും പോകണ്ടേ, മീനാക്ഷിക്കുന്ന ഓഫീസിലൊന്നും പോകണ്ടേ, ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടാണ് ഉദയഭാനു ഹാളിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ അച്ഛനും അമ്മയും വരുന്ന കാണുന്ന ദേവി ഫയന്ന് വിറച്ച് ഒരു മൂലയിലേക്ക് ഇരിക്കുകയാണ്. ഇതെന്തു പറ്റി, എല്ലാവരും എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ഉദയഭാനു വീണ്ടും ചോദിക്കാം. ഞാനേ അത്യാവശ്യം തിരക്കിലായിരുന്നു. വീട്ടിലിരിക്കാൻ എനിക്ക് സമയമില്ല. ഓരോരോ നാട്ടിലായിട്ടല്ലേ ബിസിനസ് ഇങ്ങനെ പടർന്നു പന്തലിച്ച് കിടക്കുന്നത്. ഇന്ന് ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ നാളെ സിംഗപ്പൂർ, നാളെ കഴിഞ്ഞോ കുവൈറ്റ്, ഇങ്ങനെ മാറി മാറി പല രാഷ്ട്രങ്ങളിലൂടെയാണ് ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ബാലനെ വിളിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഞാനങ്ങ് വന്ന് വീട്ടിലേക്ക് കാല് വെച്ചതേ ഉള്ളൂ. പിന്നെ ബാലൻ ഒന്ന് കാണണം, ഇവിടെ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറയുമ്പം വരില്ലെന്ന് എങ്ങനെയാണ് ഞാൻ പറയുക, അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങ് പോകുന്നത്. അല്ല, ഇവിടെ എന്തോ വിശേഷമുണ്ടെന്ന് ബാലൻ പറഞ്ഞിരുന്നല്ലോ, എന്ത് വിശേഷമാ? ബാലൻ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് ശ്രീകലയ്ക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് ഉദയഭാനു വീണ്ടും പറയണം. അത് കേൾക്കുമ്പം ബാലൻ അയാളെ സൂക്ഷിച്ചു നോക്കുക, എന്താ കാര്യം എന്നുള്ള രീതിയിൽ. എന്നെ എന്തോ ദൗത്യം ബാലനെ ഏൽപ്പിക്കണം. ഈ ഗോമതി സ്റ്റോറൊക്കെ നോക്കി നടത്തി ബാലൻ മടുത്തു. തിരക്കുണ്ടാകും, എന്നെ അത് ഏൽപ്പിക്കാനായിട്ടാണോ ബാലൻ ഉദ്ദേശിക്കുന്നത്? എനിക്കും തിരക്കാ, എൻ്റെ കാര്യങ്ങളൊക്കെ ബാലൻ അറിയാലോ, ഈ ബിസിനസ് തിരക്കുകളെ. എങ്കിലും എൻ്റെ മോൾക്കും ആനന്ദിനും എൻ്റെ ബാലനും വേണ്ടി ഞാൻ എന്ത് ദൗത്യം ഏറ്റെടുക്കും ബാല എന്ന് പറയാം. അപ്പം അയാളുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പം ഗോമതിക്ക് നല്ല ദേഷ്യം വരാണ് കേട്ടോ, വിറഞ്ഞു കയറുക. ദേ ശ്രീകലെ, ആ കവറുകളെല്ലാം അങ്ങ് കൊടുത്തേ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഞാൻ വന്നപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതും ഇങ്ങ് എടുത്തോണ്ട് പോന്നു എന്നും പറഞ്ഞ് സ്ത്രീകളെ അത് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്നാണ് എല്ലാവരുടെ ഭാവം ശ്രദ്ധിക്കുന്നത്. തങ്ങളെ കടിച്ചു കയറാൻ നിൽക്കുന്ന ചെന്നായ കൂട്ടങ്ങളെ പോലെയാ എല്ലാവരും നോക്കുന്നത്. അല്ല, എല്ലാവർക്കും ഇത് എന്ത് പറ്റി എന്ന് ശ്രീകല ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗോമതിയാണെങ്കിൽ ഉദയഭാനൻ്റെ അടുത്തേക്ക് ചെല്ലുക. തനിക്കൊക്കെ നാണം ഉണ്ടോടോ, ഒരു കുടുംബത്തോട് ഇത്രയൊക്കെ ചെയ്തു കൂട്ടാൻ തനിക്ക് എങ്ങനെ സാധിക്കുന്നടോ, താനൊക്കെ ഒരു മനുഷ്യൻ തന്നെ ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഉദയഭാനു പറയും, ഗോമതി എന്തൊക്കെ ഈ ചോദിക്കുന്നത് എന്ന് പറയണം. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഗോമതിയുടെ ഈ അസുഖം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ ബാല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്കൊക്കെ ആകെപ്പാടെ സ്ട്രെസ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അല്ല, ഈ വീട്ടിൽ കുടുംബത്തിൻ്റെ കാര്യവും നോക്കി ജീവിക്കുന്ന ഗോമതിക്കും വന്നല്ലോ ഈ അസുഖം എന്ന് പറയണം. അപ്പോൾ എന്താന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുക. ഈ പ്രാന്തേ സാരമില്ല, നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് ഗോമതിയെ ചികിത്സിക്കാം, പെട്ടെന്ന് തന്നെ അസുഖം മാറുന്നേ. അതുവരെ ഇങ്ങനെ പിച്ചും പെയ്യും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒരു ചെവി കൂടി കേട്ട് മറ്റു ചെവി കൂടി അങ്ങ് കളയണം, അല്ലാതെ കാര്യമാക്കി എടുക്കരുത്. അവർ സ്വബോധത്തോടെ പറയുന്നതല്ലല്ലോ എന്ന് ഉദയഭാനു പറയാം. അപ്പം അത് ശരി വെക്കുന്നത് പോലെ ശ്രീകലയും തലയാട്ടാണ്. ഉദയേട്ടൻ പറഞ്ഞത് 100% ശരിയാ, നമുക്ക് നല്ല ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം, ബാലനും കുടുംബവും ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയണം. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതിക്ക് വീണ്ടും ദേഷ്യം വരിക. ആർക്കാടി ഭ്രാന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം ദേവി പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രീകലയുടെ മോളെ, നീ എന്തു പറ്റിയടി, നിനക്കെന്താ കരഞ്ഞ പോലെ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഗോമതിയുടെ അവസ്ഥ കണ്ട് നിനക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലേ, നീ എന്നെക്കാളും സ്നേഹിച്ചത് ഗോമതിയാണല്ലോ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് മനസ്സിലായി മോളെ എന്ന് പറയണേ. പെട്ടെന്ന് തൻ്റെ അച്ഛനും അമ്മയും ഇതൊന്ന് നിർത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് ദേവി നിൽക്കുന്നത്. പെട്ടെന്ന് ഗോമതി വന്നിട്ട് ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. ആർക്കാടി ഭ്രാന്ത്, നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ എനിക്ക് ഭ്രാന്തുണ്ടോടി എന്ന് ചോദിക്കുക. അത് കേൾക്കുമെന്ന ദേവി കരഞ്ഞുകൊണ്ട് പറയും, ഇല്ല അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല, അമ്മയ്ക്ക് ഭ്രാന്തും ഇല്ല എന്ന് പറയാം. പിന്നെ ആർക്കാ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുക. അത് എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്ന് ഉദയഭാനു വീണ്ടും ചോദിക്കുക. ഞങ്ങൾക്കാ പ്രശ്നം എന്ന് ദേവി പേടിയോടുകൂടി ഗോമതിയെ നോക്കി പറയാണ്. പ്രശ്നം അത് കേൾക്കുന്ന ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗോമതി ചോദിക്കും, അല്ല നിങ്ങളുടെ മോള് പറഞ്ഞത് കേട്ടോ, പ്രശ്നം നിങ്ങൾക്കാണെന്ന് മനസ്സിലാകുന്നുണ്ടോ, കള്ളങ്ങൾ ഒരുപാട് പറഞ്ഞു കൂട്ടിയിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്, ബാല രാവിലെ എന്നെ വിളിച്ചു വരുത്തിയത് ഇവിടെ നിർത്തി അപമാനിക്കാൻ വേണ്ടിയാണോ, ബാലനൊന്നും സംസാരിക്കാനില്ലേ, പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് ബാലൻ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ആകാശം അരുണും കൂടി പറയും, അച്ഛനെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാത്തതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് എന്ന് പറയാം. അതെന്താ മോനെ അങ്ങനെ സംസാരിക്കുന്നത്,
അങ്കിളിനോടുള്ള ബഹുമാനമൊക്കെ പൊടിക്ക് കുറഞ്ഞിട്ടുണ്ടല്ലോ മോൻ്റെ സംസാരത്തിൽ. അങ്കിൾ അതിന് എന്തേലും തെറ്റ് ചെയ്തോ മോനോടോ ഈ കുടുംബത്തോടോ എന്ന് ചോദിക്കുക. തെറ്റുകൾ മാത്രമല്ലേ താൻ ചെയ്തു കൂട്ടിയിട്ടുള്ളടോ എന്ന് ആര്യനപ്പം ചോദിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ അർത്ഥം വെച്ചാ സംസാരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പറയും, നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കടി, നിന്ന് നാടകം കളിക്കുന്ന കണ്ടില്ലേ എന്ന് ഗോമതി പറയാ. അത് കേൾക്കുമ്പോൾ ദേവി പേടിച്ച് വരച്ച് പറയും, എല്ലാ കാര്യങ്ങളും ഇവർക്ക് മനസ്സിലായി എന്ന് പറയണ. എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്നോ, എന്തൊക്കെയാ മോളെ നീ പറയുന്നേ എന്ന് ശ്രീകല ചോദിക്കുക. അപ്പൊ ശ്രീകല ഒന്നും കൂടി ഉദയഭാനോട് ചേർന്ന് നിൽക്കുക. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണോ എന്നുള്ള രീതിയിൽ, അയ്യോ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഗോമതി അടുത്ത് ചെന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ മകള് എത്ര വരും പഠിച്ചെന്നാ നിങ്ങൾ പറഞ്ഞേ എന്ന് ചോദിക്കുക. അതെന്ത് ചോദ്യ ഗോമതി, എൻ്റെ മോള് BA അല്ലല്ല BA അല്ല MA ലിറ്ററേച്ചർ വരെ പഠിച്ചതാ എന്ന് ഉദയഭാനു പറയും. MA ലിറ്ററേച്ചർ കള്ളം പറയുന്നോടോ എന്ന് ഗോമതി ചോദിക്കുകയാണ്. കള്ളവോ? ദേ അനാവശ്യം പറയരുത്. എൻ്റെ മോളെ വെറും MA ലിറ്ററേച്ചർ അല്ല, ഗോൾഡ് മെഡലിസ്റ്റാ, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നേടിയ അവൾ വിജയിച്ചത് എന്ന് പറയാ. നിങ്ങളുടെ മോൾക്ക് ഫസ്റ്റ് എന്ന് എഴുതാനുള്ള ഇംഗ്ലീഷ് അക്ഷരം സ്പെല്ലിംഗ് എങ്കിലും അറിയാവോടോ എന്ന് ഗോമതി അപ്പം ചോദിക്കുകയാണ്. തൻ്റെ അമ്മയോട് വീണ്ടും വീണ്ടും തർക്കിക്കുന്ന ഉദയഭാനുവിനെയും ശ്രീകലയും കാണുന്ന ആനന്ദിൻ്റെ സകല പിടിയും വിടുകയാണ്. ആനന്ദ്, ഇയാളെ ഒന്നും ജീവിക്കാൻ വിട്ടുകൂടാ, കൊല്ലണം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നൊരു ഫ്ലവർ വേഴ്സ് എടുത്ത് അയാളുടെ തലക്കടിക്കാനായിട്ട് ചെല്ലുവാണ്. തന്നെ ഞാൻ കൊല്ലൂടോ, തൻ്റെ പൊട്ട തല ഇനി വേണ്ട എന്ന് പറഞ്ഞാണ് കേട്ടോ ചെല്ലുന്നത്. അത് കാണുമ്പോൾ ശ്രീകല നടുക്ക് കയറി നിൽക്കും. അയ്യോ ആനന്ദ് മോനെ, ഉദയേട്ടനെ ഒന്നും ചെയ്യല്ലേടാ, അയ്യോ ആ പാവ മനുഷ്യനാടാ, ഒന്നും ചെയ്യല്ലേ എന്ന് പറയണേ. പെട്ടെന്ന് ആര്യനും നമ്മുടെ ആകാശം കൂടി രണ്ട് വശത്തു നിന്നും പിടിച്ചു മാറ്റാണ് ആനന്ദിൻ്റെ. ആനന്ദേട്ടാ എന്താ ഈ ചെയ്യുന്നത്? അയാളെ ഉപദ്രവിച്ചെന്ന് കരുതി ഇവർ വല്ലവരും നന്നാവാൻ പോകുന്നുണ്ടോ? വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞു കൂട്ടത്തല്ലേ ഉള്ളൂ, കള്ളക്കൂട്ടങ്ങൾ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആനന്ദേട്ടൻ്റെ അവസ്ഥയും എല്ലാവരും തങ്ങളെപ്പറ്റി പറയുന്നതും ഒക്കെ ദേവിക്ക് ആകെ അപമാനം ഉണ്ടാക്കുകയാണ്. കണ്ടില്ലേ അയാൾ വീണ്ടും വീണ്ടും കള്ളം പറയുന്നത്, ഇത്രയൊക്കെ ചെയ്തു കൂട്ടി കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതും പോലെ എന്നിട്ട് വീണ്ടും നിന്ന് വാദിക്കുന്നത് കണ്ടില്ലേ? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല പോലും. അവരുടെ മകളങ്ങ് പഠിച്ച് അവൾ എന്താ പഠിച്ചതെന്നറിയാലോ, കള്ളത്തരം പറയാന്. ഈ അച്ഛനെയും അമ്മയും കണ്ടിട്ടല്ലേ ഇവള് പഠിക്കുന്നത്? വെറുതെയാണോ കള്ളത്തരം മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവരെ പറ്റിക്കാൻ ഇവക്ക് സാധിക്കുന്നത്? ഇവിടെ കുടുംബത്തിന്റെയും കള്ളത്തരത്തില് എല്ലാവരും പെട്ടു പോവുകയും ചെയ്യുമല്ലോ എന്ന് ആനന്ദ് ആക്രോശിച്ചുകൊണ്ട് പറയാൻ കേട്ടോ. അത് കാണുമ്പം ഉദയഭാനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. പെട്ടെന്ന് ദേവി പറയും, എല്ലാവർക്കും എല്ലാ സത്യങ്ങളും മനസ്സിലായി, ഇനിയും നമ്മളിങ്ങനെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? അല്ലല്ലോ ദേവിമോൾക്ക് ഇത് എന്ത് പറ്റിയത്? നീ എന്തേ പറയുന്നേ? ഇവരെന്തേ വിളിച്ചു പോകുന്നേ? എൻ്റെ മോള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളന്നേ, MA ലിറ്ററേച്ചർ ഗോൾഡ് മെഡലിസ്റ്റ് ആയ എൻ്റെ മോളെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയാൻ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? ആരോ എന്തോ പറഞ്ഞെന്നും കരുതി സ്വന്തം മരുമകളെ പറ്റി ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഗോമതിയിൽ നിന്നും ബാലനിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വിചാരിച്ചിരുന്നത്. നിങ്ങൾ ഇങ്ങനെ എൻ്റെ മകളെ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ ശ്രീകല പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതിക്ക് ഒന്നും കൂടി ദേഷ്യം വരികയാണ്. ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലേ? നിങ്ങളുടെ മകള് ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ? യൂണിവേഴ്സിറ്റിയുടെ പടി ചവിട്ടിയിട്ടുണ്ടോടോ തൻ്റെ മോള് എന്ന് ഗോമതി ചോദിക്കുകയാണ്. വെറും 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇവളെ MA ലിറ്ററേച്ചർ വരെ പഠിച്ചതാണെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞല്ലേടോ എൻ്റെ മകൻ ആനന്ദിന്റെ തലയിൽ കെട്ടിവെച്ചത്? നാണോ മാനോ ഇല്ലാത്ത കുടുംബം. എന്നിട്ടും സത്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവരോടൊക്കെ സംസാരിച്ച എൻ്റെ നാക്ക് ചീയേ ഉള്ളൂ എന്ന് ഗോമതി പറയാണ്. തൻ്റെ മോള് 10 വരെ പഠിച്ചിട്ടുള്ളെന്നേ വേറെ ആരും അല്ല ഞങ്ങളോട് പറഞ്ഞത്. ഈ നിൽക്കുന്ന തൻ്റെ പുന്നാര മോള് തന്നെയാണോ ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയത്. അതുമാത്രമല്ല, തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ സകല ചരിത്രവും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഗോമതി ദേഷ്യപ്പെട്ടോട് പറയാണ്. സകല പിടിയും വിട്ടുപോയി എന്ന് ഉദയഭാനുവിനും ശ്രീകലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. വേണമെങ്കിൽ ദേവിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാനും അവര് തയ്യാറാണ്. ആ രീതിയിലാണ് കേട്ടോ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ മീനുവിനും ഇത്രയ്ക്കും അനുവിനോടൊക്കെ ഉദയഭാനുവിനോട് ശ്രീകലയോടും വെറുപ്പ് തോന്നുവാണ്. വീണ്ടും വീണ്ടും ചെയ്ത തെറ്റ് അംഗീകരിക്കാതെ കിടന്നെടുത്ത് കിടന്ന് ഉരുളുന്ന അവരുടെ മനോഭാവം കണ്ടിട്ട്, മറ്റുള്ളവരുടെ മേലെ തെറ്റടിച്ചേൽപ്പിക്കുന്ന രീതി കണ്ടിട്ട് ശരിക്കും അവജ്ഞ തോന്നുന്ന പെരുമാറ്റമാണ് കേട്ടോ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പം ബാലനാണെങ്കിൽ
ഒന്നും മിണ്ടാതെ തല കുനിച്ച് തന്നെ നിൽക്കുകയാണ്, ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ താൻ എന്ത് പറയാനാണെന്നുള്ള രീതിയിൽ. പക്ഷേ ബാലനൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ധർമ്മനാണെങ്കിൽ കൃഷ്ണമംഗലത്തെ മുറ്റത്ത് തന്നെയുണ്ട്. എന്തോ ദേവമംഗലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ധർമ്മന് മനസ്സിലാകുന്നുണ്ട്. ധർമ്മനെ ചുറ്റിപ്പറ്റി അവിടെയുള്ള ഓരോരുത്തരായിട്ട് മുറ്റത്ത് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ ബാക്കി അറിയാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ.